എല്ലാ ദിവസവും വീട്ടിലിരുന്ന് ഇപ്പം വിദേശത്തൊക്കെയുള്ള ആളുകളൊക്കെ നമ്മളുടെ പ്രേക്ഷകരായിട്ട് ഒരുപാട് വിദേശത്ത് താമസിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ഞങ്ങളിപ്പോ എന്താ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒന്നും വേണ്ട, ഒരു വിളക്ക് മുന്നിൽ കൊളുത്തി വെച്ചിട്ട് അവിടെ ഇരുന്നിട്ട് ശുദ്ധമായിട്ട് ഇരുന്നിട്ട് ഓം നമഃ ശിവായ ചൊല്ലിയാൽ മതി. മിനിമം ഒരു 108 ഒരു ഓം നമഃ ശിവായ ചൊല്ലിക്കഴിഞ്ഞാൽ തന്നെ കുറേ ശനിയുടെ ഉപദ്രവം കുറയ്ക്കാൻ പറ്റും. അത് ശനി ദശയ്ക്ക് മാത്രമല്ല, കടകശനി ആയാലും ഏഴശനി ആയാലും അഷ്ടമശനി ആയാലും ഒക്കെ ഇത് ചെയ്താൽ കുറേ ശമനം കിട്ടും. ഇതാണ് ശനിയുടെ ദശ എന്ന് പറയുന്നത്. ശനി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ബുധന്റെ ദശയാണ്. 19 ശനി കഴിഞ്ഞ് കഴിഞ്ഞാല് 17 കൊല്ലം ബുധന്റെ ദശ. പിന്നെ അതും ബുധൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കേതുവാണ്. കേതു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശുക്രനാണ്. അതങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകും. അപ്പൊ ശനി കൂടി കഴിഞ്ഞു. ഇനി ആയില്യം, തൃക്കേട്ട, രേവതി. ആയില്യം, കേട്ട, രേവതി നക്ഷത്രക്കാര് ഇവര് ജനിക്കുന്നത് ബുധന്റെ ദശയിലാണ്. 17 കൊല്ലാണ് ബുധന്റെ ദശ ടോട്ടൽ കിട്ടിക്കഴിഞ്ഞാൽ. അപ്പൊ അതിൽ ജനിക്കുന്ന സമയത്തിനനുസരിച്ചിട്ട് ഇതിൽ കുറവ് സംഭവിക്കും. 17 കുറവ് സംഭവിക്കും. ഏകദേശം ഒരു 10 കൊല്ലം എന്നൊക്കെ നമ്മള് അതൊരു ഏകദേശ കൂട്ടലാണ്. കറക്റ്റ് ജനിച്ച ഡേറ്റ് ഓഫ് ബർത്തും ടൈമും അറിഞ്ഞാലാണ് നമുക്ക് ദശ കൃത്യമായിട്ട് കൂട്ടിയെടുക്കാൻ പറ്റുക. ബുധന്റേത് അപ്പൊ ആദ്യം ബുധന്റെ ദശയിലാണ് തുടങ്ങുക. ബുധൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കേതുവിന്റെ ദശയാണ്. ഇത് കുറച്ച് കൊല്ലാറുണ്ടാകും. എന്തിനായാലും അനുകൂലമായാലും പ്രതികൂലമായാലും ശരി, കുറച്ച് നേരത്തെ നമ്മൾ പറഞ്ഞ ആ രാഹു ഉണ്ടല്ലോ, ആ കക്ഷിയുടെ ബാക്കിയാണിത്. അതെ, അമൃത് ഇവിടെ എത്തിയിട്ടില്ലേ? രാഹു അമൃത് പാനം ചെയ്തു, തൊണ്ടേന്ന് താഴോട്ട് പോയില്ല. ആ വാൽഭാഗമാണ് കേതു. അയാൾ അതിൻ്റെതായിട്ടുള്ള എല്ലാ അഭ്യാസവും കാണിച്ചിരിക്കും. കുട്ടികള് പ്രത്യേകിച്ച് ഈ ബുധന്റെ ദശ, ആയില്യം, കേട്ട, രേവതി ബുധനിലാണ് ജനിക്കണമെന്ന് പറഞ്ഞില്ലേ? ഒരു 10 വയസ്സൊക്കെ കഴിഞ്ഞിട്ട് ഉടനെ കേതു വരുമ്പോഴ് വലിയ ഉപദ്രവം, മഹാവികൃതി, ഒരു രക്ഷയില്ലാത്ത വികൃതി തരം. അതൊരു 5 വയസ്സ് തുടങ്ങിയിട്ട് പിന്നീട് കേതു വന്നാലും അതെ കേട്ടോ. ഇവന് ഈ കുഞ്ഞിനെ ഒന്നും നോക്കാൻ 2 ആളുണ്ടായാൽ പറ്റില്ല. അത്രയ്ക്ക് വികൃതിയായിരിക്കും. കണ്ടോടം മുഴുവൻ പിടിച്ചു കയറുക, മരത്തെ കയറുക, അവിടെ നിന്ന് ചാടുക, കാലൊടിയ, കൈയൊടിയ. അപ്പൊ എന്റെ ചേട്ടൻ കുട്ടിക്കാലത്തെ ഞങ്ങൾക്ക് അതിശയം തോന്നാറുണ്ട്, ഇതെങ്ങനെ സാധിക്കുന്നു. കാരണം ഒരു തവണ മരത്തെ കയറി അവിടെ നിന്ന് പൊട്ടക്കിണറ്റിലേക്കാണ് മാവിന്റെ മുകളിൽ കയറി മാങ്ങ പറിക്കാൻ ചെയ്തതാണ്. എന്നിട്ട് അവിടെ നിന്ന് കൈ തെന്നിയിട്ട് നേരെ വീഴുന്നത് പൊട്ടക്കിണറ്റിലാണ്. വലിയ ആളുള്ള പൊട്ടക്കിണറ്റിലേക്ക്. എന്തോ ആ അച്ഛന്റെയും അമ്മയുടെയും ഒരു പുണ്യം കൊണ്ടെങ്ങാണ്ട് എന്തോ കാലൊടിയോ മറ്റേ ചെയ്തിട്ടുണ്ട്. പിന്നത്തെ മാസം പോയിട്ട് കൈ ഒടിച്ചുകൊണ്ട് വന്നു. പിന്നത്തെ മാസം പോയിട്ട് ഇപ്പുറത്തെ കാലൊടിച്ചുകൊണ്ട് വന്നു. അടുത്ത മാസം പോയിട്ട് ഇപ്പുറത്തെ കൈ ഒടിച്ചുകൊണ്ട് വന്നു. കേതു. ഇപ്പോഴാണ് എനിക്ക് അതൊക്കെ ഓർമ്മ വരുന്നത്. കേതുവിന്റെ ദശയായിരുന്നു. അപ്പോ ഇതൊന്നും കണ്ട് വരണ്ടിട്ട് കാര്യമില്ല. ഇതൊരു കണ്ടിന്യൂസ് പ്രക്രിയയാണ്. ഏതൊക്കെ എല്ലുകൾ ഒടിക്കാൻ എളുപ്പത്തിൽ സാധിക്കുമോ അതൊക്കെ ഒടിച്ചിട്ട് വരും. എങ്ങനെയൊക്കെ മുറിവുകൾ വരുത്താന്ന് ഇവര് ഗവേഷണം നടത്തി കണ്ടെത്തി കൊണ്ടുവരും. ദേഷ്യം, വാശി, ചിലപ്പോ സംസാരം, എല്ലാവരുടെയും കാര്യമല്ല, ഇതിന്റെ പൊസിഷനനുസരിച്ചിട്ടാണ്. വായ തുറന്ന 2 കിട്ടിയിട്ടേ ഇവൻ അടങ്ങുള്ളൂ എന്നുള്ള മട്ടിൽ സംസാരിച്ചു കളയും കേതുവിന്റെ ദശയില്. അപ്പൊ ഇവരെ ശരിക്കും ആ ഒരു ശൈശവമല്ല, ബാല്യത്തിലോ യൗവനത്തിലോ ഒക്കെ ഈ കേതുദശ വരുന്നവരെ ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്താൻ നല്ല ബുദ്ധിമുട്ടാണ്. ഗുണമായ കേതുവിലാണെങ്കിൽ അതിബുദ്ധിമാനായിരിക്കും. അതെ, ഇതെല്ലാം ഒപ്പുണ്ടാകും. കൂട്ടത്തിൽ അതിബുദ്ധിമാനായിരിക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്വിച്ച് ബോർഡ് ഉണ്ടാവില്ലേ, അതൊക്കെ പോയിട്ട് സ്പാനർ എടുത്ത് അഴിച്ച് അതിന്റെ അകത്ത് എന്താണെന്ന് നോക്കി ആ വയറുകൾ മുഴുവനും പുറത്തെടുത്ത്, അതായത് യന്ത്രങ്ങളൊക്കെ ആയിട്ട് അല്ലെങ്കിൽ മെഷീനുകളൊക്കെ ആയിട്ട് ഇലക്ട്രോണിക്കൽ വിഭാഗമായിട്ട് ഒക്കെ, അതെ, അതിലൊക്കെ സമർത്ഥനായി തീരും. അപ്പൊ അങ്ങനെ ഭാരമുള്ളതൊക്കെ എടുക്കാനൊക്കെ അയ്യോ, രണ്ടും എക്സ്ട്രീമാണ്. ഗുണമായാലും എക്സ്ട്രീം ലെവലാണ്. അപ്പൊ കേതുവിലും ഈ ഭദ്രകാളി പ്രീതി പറയും, അതേപോലെ വിഘ്നേശ്വര പ്രീതി. ഇത് രണ്ടും ചെയ്യുക. ഇപ്പൊ ഏതാണ് കൂടുതലായിട്ട് ജാതകം നോക്കിയാലാണ് നമുക്ക് തീരുമാനിക്കാൻ പറ്റുക.
അപ്പോൾ ജാതകം നോക്കാൻ നിവൃത്തിയില്ലാത്തവരാണെങ്കിൽ ഇത് രണ്ടും ചെയ്യുക. വിഘ്നേശ്വര പ്രീതിയും വരുത്തുക, ഭദ്രകാളി പ്രീതിയും വരുത്തുക. ഭദ്രകാളി അതല്ലെങ്കിൽ ഏതെങ്കിലും ദേവീപ്രീതി, ദുർഗയായാലും ശരി, ദേവീപ്രീതി വരുത്തുക നല്ലത്. അത് കുറച്ചൊരു രൗദ്ര ഭാവമുള്ള ദേവി തന്നെയാണ് നല്ലത്. ഒരു ശാന്തത വരുത്തുക. അതിനനുസരിച്ചിട്ട് ഈ വ്യക്തിക്കും ശാന്തത വരും. ഇതിപ്പം കുട്ടികളുടെ കാര്യമാണ് നമ്മൾ എടുത്തു പറഞ്ഞത്. ഇനിയിപ്പം കുറച്ചും കൂടി ഏജ് ആയിട്ടുള്ള യുവാക്കളായാലും കുറച്ചും കൂടി ഏജ് എത്തിയവരായി കഴിഞ്ഞാലും ശരി, ഈ സമയത്ത് ദേഷ്യവും വാശിയും ഒക്കെ ഒന്ന് നിയന്ത്രിച്ചാൽ ഇവർക്ക് തന്നെയാണ് അതിന്റെ ഗുണം ഉണ്ടാവുക. അതുപോലെ പാഴ്ചെലവുകൾ, ചിലവ് എല്ലാവർക്കും ഉണ്ടാകും. പാഴ്ചെലവുകൾ വരുന്നതിനെയും, അതേപോലെ ധനം, സ്വത്ത് ഒക്കെ കൈവിട്ട് പോകാതിരിക്കാൻ അതിനൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അതിനൊക്കെ സാധ്യതയുണ്ട്. അനുകൂലമായാലും ഇങ്ങോട്ട് വരിക എന്നുള്ളതിനേക്കാളും പോവുക എന്നുള്ളതിനാണ് കുറച്ചും കൂടി സാധ്യത കൂടുതൽ. അപ്പോ അത് നോക്കിയിട്ട് ചെയ്യുക. അതായത് ചെലവ് വരാൻ സാധ്യത നല്ലോണം ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മാറ്റാൻ സാധിക്കും. അപ്പൊ നമ്മുടെ അടുത്ത് ജാതകം നോക്കാനൊക്കെ വരുമ്പോൾ നമ്മൾ അവരോട് പറയും, ഇപ്പൊ വീട് പണിയാൻ നിങ്ങൾക്ക് സമീപ ഭാവിയിൽ വീട് പണിയാൻ നിങ്ങൾക്ക് ഉദ്ദേശം ഉണ്ടെങ്കിൽ ഇപ്പൊ പുറപ്പെട്ടോളാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ധനം നിൽക്കില്ല കയ്യിൽ. അപ്പോ അതിങ്ങനെ ഒരു നാളത്തേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള തരത്തിലേക്ക് ഇതിനെ മാറ്റിയെടുക്കാൻ നമുക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ അങ്ങനെയൊക്കെ മാറ്റിക്കൊണ്ടുവരാൻ സാധിക്കും. എന്തായാലും ധനച്ചെലവൊക്കെ ഉണ്ടാകും. അപ്പോ ദേഷ്യം ഞാൻ പറഞ്ഞ പോലെ അവനവന്റെ ഒരു ക്യാരക്ടറിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്തുന്നത് നല്ലതായിരിക്കും. അതിന് സഹായമാണ് ഈ ദുർഗാപ്രീതിയും വിഘ്നേശ്വര പ്രീതിയും ഒക്കെ. പിന്നെ നമ്മൾ പറഞ്ഞു ശുക്രന്റെ ബാക്കിയത്, അത് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇങ്ങനെയാണ് നക്ഷത്രങ്ങളും ദശാകാലവും, അതേപോലെ ദശാകാലത്തിന്റെ അനുകൂലവും പ്രതികൂലവും, അതിനുവേണ്ടി എന്താണ് പരിഹാര ക്രിയകൾ എന്നുള്ളത്. ഇത് ടീച്ചർ ഈ പറഞ്ഞ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ നക്ഷത്രക്കാരുടെയും പൊതുവെയുള്ള നക്ഷത്രഫലങ്ങളും ദശാകാലങ്ങളുമാണ്. അപ്പൊ സാധാരണ രീതിയിൽ ഒരാൾക്ക് അവരുടേതായിട്ടുള്ള എന്താണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ജാതക വിശകലനം ചെയ്തിട്ട് പൂർണ്ണമായിട്ടും അവരുടെ ഗ്രഹസ്ഥിതി നോക്കി ഒരു സൊല്യൂഷൻസ് എടുത്ത് പോകുന്നത്. നമ്മളിപ്പോ ഇങ്ങനെ പറയുമ്പോൾ നമുക്കൊരു ഏകദേശം പറയാൻ പറ്റും. നമ്മുടെ അടുത്ത് തന്നെ വരികയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നമ്മളെ കോൺടാക്ട് ചെയ്ത് ജനിച്ച സമയവും ഡേറ്റ് ഓഫ് ബർത്തും സമയവും കിട്ടിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും. ദശാകാലം എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. എല്ലാ ദശാകാലങ്ങൾക്കും ഒരുപാട് അനുകൂല ഭാവങ്ങളും പ്രതികൂല ഭാവങ്ങളും ഉണ്ട്. അതിൽ നല്ല രീതിയിൽ നല്ലൊരു ദൈവത്തിന്റെ അടുത്തെത്തി 100% ജാതകത്തിനെ തിരുത്തി എഴുതാൻ കഴിയട്ടെ. നന്ദി, നമസ്കാരം. നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാക് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏതു തരം ജ്യോതിഷപരമായ, പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാക് ജ്യോതിഷത്തിലെ കൺസൾട്ടന്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. അതിലുപരി ജ്യോതിഷപരമായ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല. താങ്ക് യു.